ഹലോ, കുഞ്ഞിത്താമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ബൂന്തി ലഡു വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. ലഡു തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് 1 കപ്പ് കടലമാവാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. കടലമാവ് നന്നായിട്ട് ഇങ്ങനെ മാവ് ഉണ്ടയായിട്ട് ഇങ്ങനെ കട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് പോകുന്നതിനായിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ പാത്രമൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം നനവൊന്നും തീരെ ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ മാവ് പെട്ടെന്ന് ഇങ്ങനെ ചെറിയ തരിതരിയായിട്ട് ഉണ്ട കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1 നുള്ള് സോഡാപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കപ്പൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ചെറിയ ഗ്ലാസ്സിൽ മാവ് അളന്നെടുക്കുക. 2 ഗ്ലാസ് മാവിന് 1 ഗ്ലാസ് വെള്ളം. അതിൽ 1 ഗ്ലാസ് ഫുള്ള് നമുക്ക് ആവശ്യമായിട്ട് വരത്തില്ല. ചിലപ്പോൾ 1 ടീസ്പൂണോ 2 ടീസ്പൂണോ അളവിൽ കുറച്ച് മതിയായിരിക്കും. അപ്പോൾ മാവിൻ്റെ ഒരു അനുസരിച്ചായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഇങ്ങനെ അളന്നെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന മാവിൻ്റെ ലൂസ് അനുസരിച്ചാണ് നമ്മുടെ ബൂന്തി കറക്റ്റായിട്ട് കിട്ടുക. അതുകൊണ്ട് ഒരിക്കലും വെള്ളം അധികം ചേർത്ത് കൊടുക്കല്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന വെള്ളം എനിക്ക് ഏകദേശം കറക്റ്റാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി, കട്ടൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല സോഫ്റ്റ് ആക്കി കിട്ടും മാവ്. അന്നേരം വെള്ളം കുറേശ്ശെ ചേർത്ത് വേണം ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാനായിട്ട്. നമ്മളിങ്ങനെ മാവ് കോരി ഒഴിച്ച് നോക്കുമ്പോൾ അറിയാം, നല്ലൊരു ലൂസ് പരുവത്തിൽ നമുക്ക് കിട്ടണം. വല്ലാണ്ട് ലൂസായി പോകാനും പാടില്ല. ഇപ്പോൾ എനിക്ക് ഏകദേശം 1 ടീസ്പൂൺ വെള്ളത്തിനനുസരിച്ച് മാത്രമേ എനിക്ക് മിച്ചം വന്നിട്ടുള്ളൂ. ഇപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതേ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് മാവ് കിട്ടാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 പിഞ്ച് കളറ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കളറ് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം. നമ്മുടെ ലഡുവിന് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കളറ് ചേർക്കുമ്പോൾ ആദ്യം തന്നെ കുറേ കളറ് ചേർക്കൽ, 1 നുള്ളു കളറ് ചേർത്താൽ മതി. നമ്മൾ ഇളക്കി കൊടുക്കുന്നതിനനുസരിച്ച് മാവിന് കളറായി വരും. നമുക്കിതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും മാവ് നല്ല കുറച്ച് സോഫ്റ്റായി കിട്ടും. അപ്പോൾ ബൂന്തിയൊക്കെ നന്നായിട്ട് പൊന്തി വരും. ഇനി ഇതിലേക്കുള്ള ഷുഗർ സിറപ്പാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് മാവാണ്. അപ്പോൾ ഞാനതിന് 1/2 കപ്പ് ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു മീഡിയം മധുരമായിരിക്കും ഉണ്ടാവുക കേട്ടോ. കുറച്ചുകൂടി നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പോളം എടുക്കുക. അപ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്ന ഒരു ഗ്ലാസ്സിലാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കുക. ഇത് വല്ലാണ്ട് അങ്ങോട്ട് മധുരത്തിലായില്ല, ഒരു മീഡിയം മധുരത്തിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അതിലേക്ക് 4 ഏലക്ക ഇപ്പോൾ ചെറുതായിട്ടൊന്ന് പൊടിച്ച് ചേർക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 നുള്ള് കളർ ചേർത്ത് കൊടുക്കണം. ഇവിടെ ചേർത്ത് കൊടുക്കണം. നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ നമ്മുടെ ഷുഗർ സിറപ്പിന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ കുരുവൊന്നും വീഴാണ്ട് നന്നായിട്ട് അരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നാരങ്ങ നീര് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി, നമുക്കിത് വല്ലാണ്ട് ഇങ്ങനെ നൂൽപ്പരുവത്തിലൊന്നും ആക്കണ്ട. നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. തിളപ്പിച്ചൊന്ന് കുറുകി വരുന്നത് നോക്കിയാൽ മതി. വല്ലാണ്ട് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതേ രീതിയിൽ നന്നായിട്ടിങ്ങനെ പതയൊക്കെ കുമ്പളകളൊക്കെ വരത്തില്ല, ഈ ഒരു പരുവത്തിലാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് ബൂന്തി തയ്യാറാക്കാം. അപ്പോൾ നിങ്ങൾ പാത്രം എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കുറച്ച് വലിപ്പമുള്ള വിസ്താരമുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇതിൽ കുറച്ചധികം എണ്ണ ഒഴിച്ച് കൊടുക്കണം. നമ്മുടെ ബൂന്തി നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുമ്പം ഇത് ചട്ടിയുടെ അടിയിൽ തട്ടിയിട്ടാണ് പൊന്തി വരിക. അപ്പോൾ വല്ലാണ്ട് എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും, നല്ല പൊന്തി വരുമോ ഇല്ല. അപ്പോൾ കുറച്ച് ഒരു 1/4 ഭാഗത്തോളം എങ്കിലും എണ്ണ നന്നായിട്ട് ഒഴിച്ച് കൊടുക്കണം. അതേപോലെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് എണ്ണയുടെ അളവ് കുറയും. അപ്പോൾ നമ്മൾ അന്നേരം എണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിലൊക്കെ ഇതേപോലുള്ള ചെറിയ ഓട്ടയുള്ള പാത്രം ഉണ്ടാവുമല്ലോ, ഇങ്ങനെ കോരിയെടുക്കണേ. അപ്പോൾ ഇതിലൂടെയാണ് മാവ് ഒഴിച്ച് കൊടുക്കുന്നത്. മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, വല്ലാണ്ട് ഒരുപാട് ഒഴിച്ച് കൊടുക്കുക, ഒരു നൂൽ പരുവത്തിൽ കറക്കി വേണം ഒഴിച്ച് കൊടുക്കുക. ഇതേ രീതിയിൽ ചെറുതായിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ, ഒരുപാട് ഒഴിക്കില്ല. അതേപോലെ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ കയ്യിൽ സ്പൂണിങ്ങനെ നമ്മുടെ എണ്ണയിൽ ഇങ്ങനെ കറക്കിക്കൊണ്ടേയിരിക്കണം, ഒരിടത്ത് തന്നെ വെട്ടിച്ചുകൊണ്ടിരിക്കല്. അപ്പോൾ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, വളരെ പതുക്കെ ഒന്ന് ഒഴിച്ചെടുക്കാനായിട്ട്.
മാവ് വല്ലാണ്ട് അളവിൽ കൂട്ടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വല്ലാണ്ട് ഫോഴ്സിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ചെറിയ കുമിളകളായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ എപ്പോഴും അത് ശ്രദ്ധിക്കണം. വല്ലാണ്ട് ഇങ്ങനെ ഫോഴ്സിൽ ഒഴിച്ചു കൊടുക്കൽ, വളരെ ചെറിയൊരു പരുവത്തിൽ ഒഴിച്ചു കൊടുത്ത് കറക്കിയെടുക്കുക. അതുപോലെ തീ എപ്പോഴും ഒരു മീഡിയത്തിൽ വേണം വെക്കാനായിട്ട്, വല്ലാണ്ട് തീ കൂട്ടി വെക്കല്. അപ്പം ഇതിൻ്റെ പെട്ടെന്ന് കളറ് മാറും. അതേപോലെ ഇതുപോലെ അരിപ്പൊക്കെ എടുത്ത് അടുത്ത് വെച്ചിട്ട് വേണം വേഗം ചെയ്യാനായിട്ട്. ഇതൊരു 5 മിനിറ്റ് മാത്രം മതി, ഇത് പെട്ടെന്ന് തന്നെ റെഡിയാവും. നമ്മളിങ്ങനെ ഇളക്കുമ്പോഴത്തേനും നല്ല ഒരു ചിപ്സൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേനും ഒരു കിലുകില ശബ്ദം കേൾക്കൂലേ, അതുപോലെ ഒരു സൗണ്ട് കേൾക്കും. ആ ഒരു പരുവത്തിൽ വേണം നമ്മളിത് ആക്കിയെടുക്കാൻ. വല്ലാണ്ട് മൂത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ പോവും. ഇപ്പം നല്ലൊരു യെല്ലോ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കറക്റ്റ് പരുവത്തിൽ തന്നെ നമ്മളിത് കോരിയെടുക്കണം. ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടണം, ഇല്ലെന്നുണ്ടെങ്കിൽ വല്ലാണ്ട് എണ്ണമയം വല്ലാണ്ട് കൂടുതലായിരിക്കും. അപ്പം നന്നായിട്ട് അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് പെട്ടെന്ന് തന്നെ കോരി മാറ്റണം. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഓരോ ബാച്ചായിട്ട് ഇതുപോലെ വറുത്തെടുക്കാവുന്നതാണ്. മാവിൻ്റെ കൺസിസ്റ്റൻസി വളരെ കറക്റ്റാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഈ വറുത്ത് കോരണ ബൂന്തിയിൽ കുറച്ച് എണ്ണയുടെ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് മാറിക്കിട്ടാനായിട്ട് നമ്മളിത് ടിഷ്യൂ പേപ്പറിലേക്ക് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ടിഷ്യൂ പേപ്പറിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അധികമുള്ള എണ്ണമെഴുക്കൊക്കെ പോയി നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതേ രീതിയിൽ തയ്യാറാക്കുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ബൂന്തി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കണം, വല്ലാണ്ട് അങ്ങ് പൊടിയാക്കുകയല്ല. ഇപ്പോൾ ഇതിൽ ചെറിയതൊക്കെ അതേ രീതിയിലും എന്നാൽ കുറച്ച് വലിപ്പമുള്ളതൊക്കെ ഒന്ന് പൊടിച്ച് കിട്ടാനായിട്ട് നമുക്കൊരു പ്ലാസ്റ്റിക് കവറിലിട്ടിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കുക. വല്ലാണ്ട് നമ്മൾ അരച്ചെടുക്കുന്ന പരുവത്തിലല്ല, ഒന്ന് ഒതുക്കിയെടുക്കുക മാത്രം ചെയ്താൽ മതി. അപ്പോൾ മിക്സിയിലിട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് തിരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അടിയിലുള്ളത് നന്നായിട്ട് പൊടിഞ്ഞു പോകും, മുകൾ ഭാഗത്തുള്ളത് അങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം, വല്ലാണ്ട് അരയ്ക്കുകയും ചെയ്യില്ല. നല്ല തരിതരിപ്പിൽ തന്നെ വേണം നമുക്ക് കിട്ടാൻ. ഇപ്പം ഞാൻ ഇതുപോലെ ഒന്ന് മിക്സിയുടെ ജാറിലാണ് ഞാനൊന്ന് കറക്കിയെടുത്തത്. അപ്പോൾ എല്ലാം ഒന്നും ഇതേ പരുവത്തിൽ നല്ല തരിതരിപ്പായിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഷുഗർ സിറപ്പ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മളിത് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ശകലം സിറപ്പ് കൂടുതലുള്ള പോലെ തോന്നും, പേടിക്കേണ്ട. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് കുതിർന്ന് കിട്ടണം അതിലേക്ക്. അപ്പോഴേക്കും കറക്റ്റായിട്ട് കിട്ടും. ഇളക്കി വരുമ്പോഴേക്കും നമ്മുടെ ഷുഗർ സിറപ്പിൻ്റെ അളവ് നന്നായിട്ട് കുറഞ്ഞ് വരും. ഈ പരുവാകുമ്പോഴേക്കും നമുക്ക് തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ സിറപ്പൊക്കെ വറ്റി നല്ല കട്ടിയിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ എല്ലാ ഭാഗത്തും സിറപ്പൊക്കെ ആയി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഇതേ ഷുഗർ സിറപ്പൊന്നും തീരെ കാണാനായിട്ടേ ഇല്ല, നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഈ പരുവാകുമ്പോൾ നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് വേണേൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യ് ചേർക്കണില്ല, ഞാനിപ്പോൾ ഒട്ടും നെയ്യ് ചേർക്കാണ്ട് ആണ് ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് കയ്യിലൊന്ന് നെയ്യ് തടവിയിട്ട് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഭംഗിക്ക് നല്ല കാഷ്യൂനട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മുന്തിരിയോ ഒക്കെ വെച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ മുന്തിരിയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ ചെറിയ ഉരുളകളാക്കി എല്ലാ ലഡുവും നമുക്ക് തയ്യാറാക്കി എടുക്കാം. വളരെ സോഫ്റ്റായിട്ടും എന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു ലഡു ആണ്. ഇതിപ്പോൾ തയ്യാറാക്കി അടുത്ത ദിവസം കഴിക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ്. നമ്മൾ കടയിൽ നിന്നൊക്കെ ലഡു ഒക്കെ വാങ്ങണ അതേ ടേസ്റ്റും അതേ ടെക്സ്ചറിലും ആയിരിക്കും ഇതേ രീതിയിൽ നമ്മൾ ലഡു തയ്യാറാക്കുകയാണെങ്കിൽ കിട്ടുക.
അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കില്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതുതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.